നമ്മോട് ക്ഷമിച്ചാലും മഹാരാജൻ. മഹാരാജൻ രാജ്യസഭയിൽ എത്തിയിട്ടുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഈ രാജ്യസഭയിൽ പ്രതാപനും സന്നിഹിതനാണല്ലോ. അദ്ദേഹത്തെയും ചോദ്യം ചെയ്തുകൂടെ? ധിക്കാരി! നമ്മുടെ പിതാശ്രീയെ അപമാനിക്കാനാണോ ശ്രമിക്കുന്നത്? ഇനി ഒരു വാക്ക് കൂടി ശബ്ദിച്ചാൽ നാം നിന്റെ ശിരസ് നിന്റെ ശരീരത്തിൽ നിന്നും വേർപെടുത്തുന്നതാണ്. കുമാര, നീ നിന്റെ പരിധികൾ ലംഘിക്കുന്നു. അദ്ദേഹത്തെ വിടൂ. പറയുന്നത് കേൾക്കൂ. ഇത് നമ്മുടെ ആജ്ഞയാണ്. നിന്റെ ഉടവാൾ താഴ്ത്തു. നിന്റെ പുത്രനോട് പറഞ്ഞു കൊടുക്കൂ പ്രതാപൻ. അഥവാ രാജസിംഹാസനത്തിൽ ഇരിക്കണമെങ്കിൽ ഇപ്രകാരത്തിലുള്ള ഉഗ്രമായ പെരുമാറ്റം അവൻ ഒരിക്കലും ശോഭ നൽകില്ല. ക്രോധമടക്കാൻ പരിശീലിക്കണം. അത് സത്യമാണ്. അനുജൻ മുൻപ് ഇങ്ങനെ ആയിരുന്നില്ല. ഇവന്റെ മനസ്സിൽ എന്താണുള്ളത്? ഒന്നും ചെയ്തിട്ടില്ല. ഇതെന്താണ്? അല്ല, നിങ്ങൾ ഇവനെ ഇത്രയും പ്രേരിച്ചത് എന്തിനാ? ഒരു ബാലനെ ഇങ്ങനെ മർദ്ദിക്കുമോ? മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു രാജകുമാരി. നാം സ്വയം നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. കൊട്ടാരത്തിന്റെ പിന്നിൽ ചെന്ന് എന്തോ ഒളിപ്പിച്ചു വെച്ച് രക്ഷപ്പെടുകയായിരുന്നു. നമുക്ക് ഉറപ്പുണ്ട് മഹാരാജാവിന്റെ ഹാരം ഇവന്റെ പക്കലുണ്ടാകും. ഇല്ലില്ല, നമ്മെ വിശ്വസിക്കൂ. നാം ഒരു ഹാരവും മോഷ്ടിച്ചിട്ടില്ല. എന്താ കുമാര അങ്ങ് നിശബ്ദനായത്? എന്താണ്? ഇപ്പോൾ അങ്ങ് മോഷ്ടാവിനെ തിരയുകയായിരുന്നില്ലേ? നീ ഇവന് ശിക്ഷ നൽകാൻ പോവുകയാണോ? എന്നാൽ ഇവനാണ് അപരാധി എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ? അതിനർത്ഥം അവിടുന്ന് ഇപ്പോൾ കേട്ടതല്ലേ ഈ ഭടൻ പറഞ്ഞതെല്ലാം? ഇവൻ മോഷണം നടത്തി അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ ഇവന്റെ പക്കൽ ഒരു തെളിവുമില്ലല്ലോ. എങ്കിൽ പിന്നെ മോഷ്ടാവെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? അനുജ, ഒരു കാര്യം ഓർമ്മയിൽ സൂക്ഷിക്കണം. ക്രോധം കൊണ്ട് ഒരു രാജ്യത്തെയും നിയന്ത്രിക്കാൻ നമുക്കൊരിക്കലും ആവില്ല. അങ്ങനെ രാജാവാകാനും സാധിക്കില്ല. നോക്കൂ മഹാരാജൻ, ഇവൻ പഴങ്ങൾ മോഷ്ടിച്ചു. ഹാരവും ഇവന്റെ പക്കൽ തന്നെ ഉണ്ടാകും. ആ ഹാരം നാം മോഷ്ടിച്ചിട്ടില്ല രാജകുമാരി. നമ്മുടെ വാക്കുകൾ വിശ്വസിച്ചാലും ഭവനത്തിൽ എല്ലാവരും വിശന്നിരിക്കുകയാണ്. നമ്മുടെ ഇളയ സഹോദരി വിശപ്പ് കൊണ്ട് കരയുകയായിരുന്നു. അതുകൊണ്ടാണ് നാം ഫലങ്ങൾ എടുത്തതും. ഇനി നിങ്ങൾ ഇവന്റെ കാര്യത്തിൽ എന്താ പറയുക? അഥവാ ഇവൻ ഹാരം മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവനെ പരിശോധന നടത്തുമ്പോൾ ഹാരം ലഭിക്കുമായിരുന്നു, പഴങ്ങളല്ല. കൊള്ളാം. ഇതിനെയാണ് യഥാർത്ഥ നീതി എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് സദ്വിചാരം. ഒരു കാര്യം നിങ്ങൾ പറഞ്ഞാലും, വിശപ്പടക്കുന്നതിന് വേണ്ടി അഥവാ ആരെങ്കിലും മോഷണം നടത്തിയാൽ അഥവാ ആ കാര്യം ഒരു അപരാധമാണോ? അതോ നിസ്സഹായതയാണോ? അഥവാ പ്രജകൾ വിശന്നിരിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാ? അഥവാ പ്രജകൾക്ക് ഭോജനം ലഭിക്കുന്നില്ലെങ്കിൽ അത് കേവലം രാജാവിന്റെ പരാജയമാണ്. പറയുവാൻ ആഗ്രഹിക്കുന്ന എന്താണ് പുത്രി? ഇതൊരു കർഷകന്റെ പുത്രനാണ്. ഇവനൊരു കഠിനാധ്വാനിയാണ്. ഇവനെ നമ്മുടെ സേനയിൽ ചേർക്കുകയാണ് വേണ്ടത്. എങ്കിൽ ഇവന് വീണ്ടും മോഷണം നടത്തേണ്ടി വരില്ല. അല്ലയോ സേനാപതി, ഈ യുവാവിന് അങ്ങയുടെ സൈന്യത്തിൽ അംഗത്വം നൽകും. ഇത് നിന്റേതാണ്. നീ തന്നെ വെച്ചോളൂ. നിന്നിൽ നാം ഇപ്പോൾ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ്. ആ വിശ്വാസം നീ നിലനിർത്തുകയാണ് വേണ്ടത്. മനസ്സിലായോ? ഇത് സ്വീകരിക്കൂ. നോക്കൂ
ജോഡില, നിനക്കൊരല്പം കഷ്ടതയുണ്ടാകും.